ഒരു നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു ചോദ്യം, ഒരു സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായിട്ടുണ്ട്. അയാളൊരു ബസ് കണ്ടക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു സുഹൃത്തുണ്ടായിരുന്നു നാട്ടിൽ. അദ്ദേഹം ഗൾഫിൽ പോയി. അപ്പോൾ ആ സുഹൃത്തുള്ള സമയത്തൊക്കെ പള്ളിയിൽ പോകാനും അതുപോലെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ശ്രദ്ധ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ നന്മകളൊന്നും ചെയ്യാൻ തോന്നുന്നില്ല. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ അയാൾക്ക് തോന്നും ഇന്നൊരു നല്ല മനുഷ്യനായി നല്ലൊരു പെരുമാറ്റമൊക്കെ ഉണ്ടാവണം, സംസാരങ്ങളൊക്കെ ഉണ്ടാവണം. പക്ഷേ അയാളുടെ ജോലിയിലേക്ക് എത്തിയാൽ അയാളെന്താവും, പിന്നെ സംസാരം മോശമാവും, പെരുമാറ്റങ്ങൾ മോശമാവും. പക്ഷെ വൈകുന്നേരം അയാൾക്കത് ആലോചിച്ച് വലിയ ടെൻഷനാണ്. അപ്പോൾ സ്ഥിരമായ ഒരു നല്ല ഒരു രൂപത്തിൽ പോകാൻ എന്ത് നിലപാടാണ് എടുക്കേണ്ടത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഇതിൽ 2 വശങ്ങൾ നമുക്ക് ഈ ചോദ്യത്തിൽ കാണാൻ പറ്റും. ഒന്ന്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു നല്ല ഈമാൻ അവശേഷിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു നല്ല സൂചന ഇതിലുണ്ട്. അതുകൊണ്ടാണ് ഓരോ ദിവസം പ്രഭാതത്തിലും ഞാൻ ഇന്ന് നല്ലൊരു മനുഷ്യനാവണം എന്ന് അയാൾ ആഗ്രഹിക്കുന്നത്. വൈകുന്നേരം തെറ്റുകൾ സംഭവിക്കുമ്പോൾ അയാൾക്ക് കുറ്റബോധം ഉണ്ടാകുന്നത് കൊണ്ടും ആ മനസ്സിലുള്ള ഈമാനാണ്, വിശ്വാസം കൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു നല്ല മനുഷ്യനായി മുന്നോട്ട് പോവാനുള്ള ഈമാനികമായിട്ടുള്ള ഒരു ശക്തി അയാളുടെ ഉള്ളിലുണ്ട്. അത് ഒരു പോസിറ്റീവായ കാര്യമാണ്. എന്നാൽ അതോടൊപ്പം അതിനെ അതിജീവിക്കത്തക്ക വിധത്തിലുള്ള ഒരു സാഹചര്യവും അയാളെ മുന്നിലുണ്ട്. അതെനിക്ക് തോന്നുന്നത് അയാളെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. പൊതുവെ ബസ്സിലുള്ള ഒരു തൊഴിലെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പൊതുവേ ബസ്സിൻ്റെ ആളുകൾ തമ്മിലുള്ള മത്സരങ്ങൾ, ബസ് തൊഴിലാളികൾ തമ്മിലുള്ള മത്സരങ്ങൾ, പിന്നെ ബസ്സിലാണും പെണ്ണൊക്കെ ഒന്നിച്ച് ചേർന്നിട്ടുള്ള ഒരവസ്ഥയായിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ ഒരു കണ്ടക്ടർ എന്നുള്ള നിലയ്ക്ക് അവരോടൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഒരു പൊതുവെ അശ്രദ്ധരായിട്ടുള്ള ദീനിയായിട്ടൊരു കണിശതയും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അങ്ങനെ വൈകുന്നേരം വരെ പെരുമാറുമ്പോൾ സ്വാഭാവികമായും തിന്മയുടെ വഴിയിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് പരിഹാരമാർഗം എന്ന് ചോദിച്ചാൽ, ഒന്ന്, ഈ ഒരു തിന്മയുടെ സാഹചര്യത്തെ അതിജീവിക്കത്തക്ക വിധത്തിലുള്ള ഈമാനികമായൊരു ശാക്തീകരണം ഉണ്ടാവുക. ഇതിനെയൊക്കെ അതിജീവിച്ചിട്ട് നല്ലവരായി ജീവിക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്. അതാണ് ഒരു പരിഹാരമാർഗം. അത് അയാളെന്താണെന്ന് വിചാരിച്ചാൽ നമസ്കാരത്തിൻ്റെ കണിശത, അതിപ്പോൾ പിന്നെ ബസ്സിലാണെങ്കിലും നമസ്കാരം കണിശമാക്കുക. അതേമാതിരി ഉത്ബോധനങ്ങൾ, ഖുർആനിക പഠനത്തിനുള്ള അവസരങ്ങൾ, രാവിലത്തെ അതുക്കാറുകൾ. നേരത്തെ പറഞ്ഞ മാതിരി ഒരു സുഹൃത്തുണ്ടായിരുന്നു പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ നാട്ടിലൊക്കെ ദീനീ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരുണ്ടല്ലോ. അയാൾ പോയാലും വേറെ കുറേ ആൾക്കാർ ഇവിടെ അല്ലേ. അങ്ങനത്തെ ആളുകളുമായിട്ടുള്ള സൗഹൃദം, മുസാഹബത്ത്, സഹവാസം, അങ്ങനെ തൻ്റെ ഈമാനിനെ ശക്തിപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ, രാവിലത്തെ അതുക്കാറുകൾ, ഖുർആൻ പാരായണം, അങ്ങനെ ഈ ഒരു പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടെ അതിജീവിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഈമാനിക ശക്തി അദ്ദേഹം സംഭരിക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തൊരു കാര്യം, അതിൽ അദ്ദേഹത്തിന് കഴിയാതെ വരികയാണെങ്കിലും ഒരു നല്ല മനുഷ്യനായി ജീവിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും പറ്റൂലല്ലോ. അതുകൊണ്ട് രണ്ടാമത്തൊരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ, ഈ ജോലി ചെയ്യാത്ത ദിവസങ്ങളെ ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഈ ജോലിക്ക് പോവാത്ത ദിവസങ്ങളുണ്ടാവും, അന്ന് അയാൾക്ക് പരമാവധി സൂക്ഷ്മത പാലിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജോലി തന്നെയാണ് ഒരു പ്രശ്നം. അപ്പോൾ അദ്ദേഹം എന്താണ്, ഇതല്ലാത്തൊരു ജോലിയെക്കുറിച്ച് ചിന്തിക്കുക, സാഹചര്യങ്ങൾ മാറ്റും. കാരണം ഇത് ഏതെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇപ്പോഴുള്ള ഈമാൻ ചിലപ്പോൾ അദ്ദേഹത്തിന് ഇനിയും കുറഞ്ഞു പോകും. ഈമാൻ യസീദ് വയങ്കുസുമാണ്, അത് കൂടും കുറയും ചെയ്യും. അപ്പോൾ അത് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇനി തിരിച്ചു വരവന്നെ ചിലപ്പോൾ അയാളെ മനസ്സ് പറഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു അവസ്ഥയിൽ തന്നെ മരണപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമായേക്കും. അതുകൊണ്ട് വളരെ കരുതലും വളരെ സൂക്ഷ്മതയും വേണം. ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കത്തക്ക വിധത്തിലുള്ള ഒരു കുറ്റബോധവും ഈമാനും ഒക്കെ ഹൃദയത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഒരു ശരിയായ ജീവിതത്തിനുള്ള സാഹചര്യങ്ങൾ അയാൾ ഉണ്ടാക്കുക. ഒന്നില്ലെങ്കിൽ ഈമാനെ ശക്തിപ്പെടുത്തുക, അല്ലെങ്കിൽ ഈ ജോലിയിൽ നിന്ന് മറ്റൊരു നല്ല ജോലിയിലേക്ക് മാറുന്നുണ്ട്. തീർച്ചയായിട്ടും സഹോദരൻ അള്ളാഹു അതിനുള്ളൊരു തൗഫീക്ക് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു.